അപ്പോൾ അത് 2 ഉണങ്ങിയ തേങ്ങയാണ് നമ്മൾ എടുക്കുന്നത്. ഒന്ന് കുറച്ച് വലുതാണ്, ഒന്ന് അതിനേക്കാളും കുറച്ച് ചെറുതുമായിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മുകളിലുള്ള ഈ തൊലി, മുകൾ ഭാഗത്തെ തൊലി നമുക്ക് ഇതേപോലെ ഒരു കത്തി ഉപയോഗിച്ച് ചെത്തി ഒഴിവാക്കിയെടുക്കണം. അപ്പോൾ 2 തേങ്ങയുടെയും മുകൾ ഭാഗത്തെ തൊലി നമ്മൾ ഇതേപോലെ ചെത്തി മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ തൊലി ചെത്തി മാറ്റുന്നത്. അപ്പോൾ 2 തേങ്ങയുടെയും തൊലി നമുക്ക് ആദ്യം ചെത്തി മാറ്റിയെടുക്കാം. അപ്പോൾ അത് 2 തേങ്ങയുടെയും തൊലി നമ്മൾ ചെത്തി മാറ്റി വൃത്തിയാക്കിയെടുത്തു. ഇനി നമുക്ക് ഈ 2 തേങ്ങ ഇതേപോലെ വെച്ചുകൊണ്ട് നമുക്കത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഫ്ലക്സ് കിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെ കറക്റ്റ് വെച്ചതിന് ശേഷം നമ്മളത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് 2 തേങ്ങയും തമ്മിൽ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ഇതേപോലെ ചകിരിയിൽ നിന്ന് 2 പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അടിഭാഗത്ത് നമ്മൾ ഇതേപോലെ കാലുകളായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ 2 പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചകിരിയിൽ നിന്ന് തന്നെയാണ് എല്ലാ പീസുകളും കട്ട് ചെയ്തെടുത്തത്. അതും നമുക്ക് ഫ്ലക്സ് കിക്ക് വെച്ചിട്ട് ഇതേപോലെ കൈകളായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് ചെവികളായിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിന് കണ്ണുകൾ, അതേപോലെ മൂക്ക്, അതിൻ്റെ മീശകളൊക്കെ നമ്മൾ ചകിരിയിൽ നിന്നും ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മളിതാ കണ്ണിന് ഒട്ടിച്ച 2 പീസിൻ്റെ നടുഭാഗത്തായിട്ട് ഒന്ന് ചെറുതായിട്ട് തുളച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതേപോലെ 2 കോട്ടികൾ നമ്മൾ അതിന് മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് 2 തേങ്ങകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തെടുത്ത ഒരു കുഞ്ഞു ക്രാഫ്റ്റ് അടിപൊളിയല്ലേ? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്.